ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു ഡ്രോയിങ് ആണ് കേട്ടോ ചെയ്യണത്. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ ആണ്. പിന്നെ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഡ്രോയിങ് ചെയ്യണത്. കളറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെന്താ, ഞാൻ ഈ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു കാര്യമാട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ ഞാനത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. വേറൊന്നുമല്ല, ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, നമ്മൾ ടീച്ചർമാർ ഫ്രീ പീരീഡിലൊക്കെ വന്നിട്ട് കുട്ടികളോട് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചിത്രങ്ങൾ വരക്കണവർ വരക്കുക, എഴുതണവർ എഴുതുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു ദിവസം ടീച്ചർ വന്നപ്പോൾ ഞങ്ങളോട് വരക്കുന്നവരൊക്കെ ഒന്ന് വരച്ചാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അന്നൊന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വരാമെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഒരു കുളം, അതിൽ ഒരു താമര, ഒരു താറാവ്, 2 മീൻ, പിന്നെ ആ കുളത്തിൻ്റെ ചുറ്റുപറ്റി കുറച്ച് ചെടികൾ, ഈ ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റായിട്ട്. എനിക്ക് ഈ കാര്യം പറയുമ്പോൾ എപ്പോഴും എൻ്റെ മൈൻഡിൽ ആ ഒരു പിക്ചറാട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ ടീച്ചർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പം ടീച്ചർ വെരി ഗുഡും സ്റ്റാറും ഒക്കെ എനിക്ക് തന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ വെച്ചാൽ ഏതൊരു കാര്യം, നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികളും ആണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ എനിക്ക് സ്റ്റാർ കിട്ടിയടി, വെരി ഗുഡ് കിട്ടിയടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ, ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള എന്താ പറയുക, ഒരു ടെൻഡൻസി നമുക്ക് വരുമല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് ആ ഒരു മൈൻഡിൽ പിന്നെ എനിക്ക് ഭയങ്കര ചിത്രമൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ടൊക്കെ ഒരുപാട് വരക്കും കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങനെ വരക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഉമ്മച്ചിക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് ഇപ്പോഴും എന്നോട് ഫസ്റ്റായിട്ടൊരു ടീച്ചറാണ് എന്നോട് നിനക്ക് വരക്കാൻ കഴിവുണ്ട്, അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞത്. എനിക്കിപ്പോഴും എൻ്റെ ആ ടീച്ചർ ഓർമ്മ വരുന്നുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാമെന്ന് പറയുന്നത്. അത് ഇപ്പോഴും ഞാനത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് അന്ന് ആ ഒരു ടൈമിൽ വരച്ച് പിന്നെ കുറച്ച് കാലമൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ വരച്ചതിൻ്റെ ശേഷം പിന്നെ ആ ഒരു മൈൻഡൊക്കെ പിന്നെ അതുകൊണ്ട് വിട്ടു കേട്ടോ. പിന്നെ വരെയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് വീണ്ടും ഇതുപോലെ ഡ്രോയിങ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ടീച്ചറും പറഞ്ഞത് കേട്ടോ. അങ്ങനെ എന്നെ ജില്ലയൊക്കെ കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്തു. പക്ഷേ എനിക്ക് അന്നത്തെ ഒരു പേടി കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ മൈൻഡ് ആകെ നെഗറ്റീവായിരുന്നു. പഠിച്ചോനെ ഞാൻ എന്താ അവിടെ പോയിട്ട് വരക്കുക, എനിക്കറിയോ, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡായിരുന്നു കേട്ടോ. അങ്ങനെ പേടിച്ചത് പോലെ തന്നെ ലാസ്റ്റ് ആ ഒരു ടൈമിൽ എനിക്ക് ജില്ലയിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിപ്പനി പിടിച്ചാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും ആ ഒരു സമയത്ത് എനിക്ക് വരക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്നെ എപ്പോഴും പറയുമ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മ കേട്ടോ വരുന്നത്. അങ്ങനെ പിന്നെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഞാനൊരു പിക്ചർ വരക്കുന്നത്. അപ്പം അതൊരു സമാധാനത്തിൽ വെറുതെ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു പെൻസിൽ ഡ്രോയിങ് കണ്ടു കേട്ടോ. എനിക്കല്ലെങ്കിലും പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇരുന്നൊരു ചിത്രം വരച്ചാണ്. പക്ഷേ ഞാൻ വിചാരിച്ചാലും കൂടുതൽ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഞാൻ വലിയ ഇത് പറയല്ല കേട്ടോ, ഞാൻ ഉള്ള സത്യം പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഞാനത് അന്ന് ഷെയർ ചാറ്റിലൊക്കെ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് യൂട്യൂബൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഷെയർ ചാറ്റിലൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ